ആലപ്പുഴ കായംകുളത്ത് വാഹനാപകടത്തിൽപ്പെട്ട യുവതിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ കേസിൽ പോലീസിന് വീഴ്ചയില്ലെന്ന് റിപ്പോർട്ട്. പ്രതി സിനിൽ സവാദിനെതിരെ 7 വർഷത്തിൽ താഴെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് ചുമത്തിയത്. കോടതിയിൽ ഹാജരാക്കാനുള്ള നോട്ടീസ് നൽകിയാണ് വിട്ടയച്ചതെന്നും ജില്ലാ പോലീസ് മേധാവി ഡിജിപിക്ക് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. യുവതിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്താൻ കോടതിയിൽ അപേക്ഷ നൽകിയിട്ടുണ്ടെന്നും എസ്പി അറിയിച്ചു. ഫൈസൽ അസീസ് വിവരങ്ങൾ നൽകും. ഫൈസൽ, ഈ യുവതിയടക്കം പോലീസിനെതിരെ ഗുരുതരമായ ആരോപണമാണ് ഉന്നയിച്ചിരുന്നത്. പരാതി ലഭിച്ചിട്ടും വൈദ്യപരിശോധനയടക്കം എടുക്കുന്നതിലടക്കം പോലീസ് വലിയ വീഴ്ച കാണിച്ചു എന്നുള്ളൊരു പരാതിയായിരുന്നു. പക്ഷേ പോലീസ് ഇതിൽ പറയുന്നത് അത്തരത്തിലൊരു വീഴ്ച സംഭവിച്ചിട്ടില്ല, എല്ലാം കൃത്യമായി നടത്തിയെന്നാണോ? തീർച്ചയായും അത് തന്നെയാണ് പോലീസിന്റെ റിപ്പോർട്ട്. അതായത് ഈ കൃത്യമായി എല്ലാ പഴുതടച്ച അന്വേഷണമാണ് ഈ സംഭവത്തിൽ, അല്ലെങ്കിൽ പഴുതടച്ച അന്വേഷണമാണ് ഈ സംഭവത്തിൽ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സംഭവമായിരുന്നു ഇത്. പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഒരു വീഴ്ചയും ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. അതുകൊണ്ട് ഈ പ്രതിയായ ആളെ, അല്ലെങ്കിൽ സിനിലിനെ പോലീസ് വിളിച്ചു വരുത്തി അദ്ദേഹത്തിന് മൊഴിയെടുത്ത് നോട്ടീസ് നൽകി വിട്ടയക്കുകയായിരുന്നു. ആ പെൺകുട്ടിയുടെ മൊഴിയിൽ പ്രകാരമാണ് ഇയാൾക്കെതിരെ കേസെടുത്തത്. 73-74-1 BNS ഭാരതീയ ന്യായ സംഹിത 73-74-1 പ്രകാരമാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. അതായത് ഈ 73 എന്ന് പറയുന്നത് ഈ സ്ത്രീ, അതായത് ഈ ലൈംഗികാതിക്രമം എന്ന വകുപ്പാണ് ചേർത്തിരിക്കുന്നത്. അതായത് 73-1 മുതൽ 5 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാനുള്ള കുറ്റമാണ്. മറ്റേത് 74-1 എന്ന് പറയുന്ന 1 മുതൽ 3 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാനുള്ള കുറ്റമാണ്. പീഡനമല്ല, മറിച്ച് ഒരു അതിക്രമം എന്ന, സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമം എന്ന രീതിയിലാണ് അദ്ദേഹത്തിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ മൊഴിയെടുത്ത് ഈ നോട്ടീസ് നൽകി വിട്ടയച്ചത്. എപ്പോൾ വിളിപ്പിച്ചാലും ഈ പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ കോടതിയിലോ ഹാജരാകണമെന്നാണ് ആ നോട്ടീസ് പറഞ്ഞത്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ വിട്ടയച്ചത്. ഈ സിനിൽ ഇപ്പോഴും ഒളിവിൽ തന്നെയാണ് കഴിയുന്നത്. ഏതായാലും ഈ പെൺകുട്ടിയുടെ രഹസ്യമൊഴി എടുക്കാൻ വേണ്ടി കോടതിയിൽ അപേക്ഷ നൽകാൻ ഒരുങ്ങുകയാണ്. അതാണ് കോടതിയാണ് ഇനി തീരുമാനിക്കേണ്ടത്. രഹസ്യമൊഴി എടുത്ത ശേഷം എന്തായിരിക്കും, അതായത് കൂടുതൽ വകുപ്പുകളൊക്കെ ചേർത്ത് അതിനുശേഷമേ അറസ്റ്റ് എന്ന നടപടിയിലേക്കൊക്കെ തന്നെയും കടക്കുകയുള്ളൂ. ജിൽസി.